ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. നാളത്തെ ഫൈനൽ എക്സാം ആണ് നമുക്ക് ബിസിനസ് സ്റ്റഡീസ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ മടി പിടിച്ചിരിക്കുകയാവും. അപ്പോൾ 1-ാം പാഠം മുതൽ 5-ാം പാഠം വരെ വളരെ ഷോർട്ടായിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ജസ്റ്റ് അത് തൊട്ട് മുന്നേയിട്ട് കേൾക്കാനോ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനോ മോർണിംഗ് സെക്ഷനിൽ എണിച്ചിരുന്ന് പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത് ഒന്ന് റിവൈസ് ചെയ്ത് പോയിന്റുകളൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡബിൾ പാസ് എങ്ങനെ നമുക്ക് ഉറപ്പാണ് കേട്ടോ. മാനേജ്മെന്റ് എന്താണ് എന്നുള്ളത് ആദ്യം പഠിക്കണം. മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഏറ്റവും സിമ്പിളായ സെന്റൻസ് ആണ്. മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഗോൾ ഓറിയന്റഡ് ആണ്, പെർവസീവ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, ഡൈനാമിക് ഫംഗ്ഷൻ ആണ്, ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്, മൾട്ടി ഡയമെൻഷൻ ആണ്. ഏതെങ്കിലും ഒരു 5 എണ്ണം എക്സ്പ്ലനേഷൻ കൊടുക്കണം. നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, ആസ് എ സയൻസ് ഒക്കെയാണ്. അത് നമ്മൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക് അല്ല. 2 മാർക്കിനൊക്കെ വരില്ല എന്നല്ല പറഞ്ഞത്. മെയിൻ ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകളിലൂടെ മാത്രം നമുക്കൊന്ന് പോയി നോക്കാം. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് അടുത്ത സെക്ഷൻ. ലെവൽസ് എന്ന് വെച്ചാൽ ഒരു ഹൈറാർക്കി ഓഫ് മാനേജ്മെന്റ് പൊസിഷൻസ് ആണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്നുണ്ടാവുക ഹൈ പൊസിഷനിലുള്ള ആൾക്കാരായിരിക്കും. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, CEO, MD എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അവരുടെ ജോലി എന്തായിരിക്കും? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, വലിയ വലിയ കാര്യങ്ങൾ അവർ ചെയ്യുക, പ്ലാൻസും പോളിസീസും സെറ്റ് ചെയ്യുക, ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുക, ഗവൺമെൻറ് പുറത്തുള്ള ആൾക്കാരായിട്ട് കൂടുതലും റിലേഷൻ ആവുക ടോപ്പ് ലെവലായിരിക്കും. ദെൻ ഫൈനാൻസും അതിൻ്റെ സോഴ്സൊക്കെ എവിടെയാണ് കണ്ടെത്തുക, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. മിഡിൽ ലെവൽ എന്ന് വെച്ചാൽ ഓൾ മാനേജേഴ്സ്, പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് മാനേജർ, എല്ലാത്തിനും തൊട്ട് മുന്നിൽ മാനേജർ ഉണ്ട് വെച്ചെങ്കിൽ അവരെല്ലാം മിഡിൽ ലെവലായിരിക്കും. ഇവർ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിനെയും അതുപോലെ തന്നെ ലോവർ ലെവലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക. ഇവർ ഫങ്ഷൻസ് നോക്കിയേ, ടോപ്പ് ലെവലുകാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ തീരുമാനിക്കുക, 2 പേരും തമ്മിലുള്ള ഒരു ലിങ്ക് ആണ്. ദെൻ മോട്ടിവേറ്റ് ചെയ്യാം. ലോവർ ലെവലിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, സൂപ്പർവൈസറി ലെവൽ, ഓപ്പറേഷണൽ ലെവൽ എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കും. ഇവിടെ മെയിനായിട്ട് ഫോർമാൻ, സുപ്പീരിയേഴ്സ് ആൻഡ് നമ്മുടെ ഓഫീസേഴ്സ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. ഇവരുടെ ഡേ ടു ഡേ വർക്കാണ് ഇവരുടെ ജോലി. അസൈൻ ഡ്യൂട്ടി, സൂപ്പർവൈസ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും റിപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ വലിയ ആൾക്കാരെ അറിയിക്കാം. കോർഡിനേഷൻ എന്താണ്? കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സിൻക്രണൈസിങ് ഓർ ഇൻറ്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാ ജോലികളെയും ഒന്നിപ്പിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് കോർഡിനേഷൻ. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. എസൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഗ്രൂപ്പ് എഫേർട്ട് ആണ്, കോമൺ പർപ്പസ് ആണ്. അതിന്റെ ഇമ്പോർട്ടൻസും കൂടി നമ്മൾ എഴുതി വെക്കുന്നത് കേട്ടോ. ചാപ്റ്റർ 2ലേക്ക് കടക്കുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കേണ്ടത് ഹെൻറി ഫയോളിന്റെ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്, മോഡേൺ മാനേജ്മെന്റ്, ജനറൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയും. അതിന്റെ ഫാദർ ആരാണ്? ഹെൻറി ഫയോൾ ആണ്. സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ FW ടൈലർ ആണ്. അപ്പോൾ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ. ഡിവിഷൻ ഓഫ് വർക്ക് എന്താണ്? ദ വർക്ക് മസ്റ്റ് ബി ഡിവൈഡ് ഇൻ ടു സ്മോൾ ടാസ്ക് ഈസ് കോൾഡ് ഡിവിഷൻ ഓഫ് വർക്ക്. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്താണ്? അതോറിറ്റി എന്ന് വെച്ചാൽ പവർ ടു ടേക്ക് ഡിസിഷൻ. റെസ്പോൺസിബിൾ വെച്ചാൽ ഒബീഡിയൻസ് ടു കംപ്ലീറ്റ് ദ ജോബ്, ചെയ്യേണ്ട ജോലിയുടെ അനുസരണം. പിന്നെ ഡിസിപ്ലിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പെക്റ്റ് വേണം, റൂൾസ് ഒക്കെ അനുസരിക്കണം. യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മാത്രം നമ്മൾ എന്ത് സ്വീകരിക്കാൻ പാടുള്ളൂ, ഒരാൾ മാത്രമേ എല്ലാവരും എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പാടുള്ളൂ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഒരാളുടെ കീഴിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അന്വേഷിക്കാൻ പാടുള്ളൂ. ദെൻ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് വേണം. ഓരോ പേഴ്സൺ ടു പേഴ്സണേക്കാൾ ഗ്രൂപ്പിനെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ എന്താണ്? എംപ്ലോയീസിന് റീസണബിൾ ആയും ഫെയർ ആയിട്ടും റെമ്യൂണറേഷൻ കൊടുക്കണം. സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി, അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ജോലിയാണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ പറഞ്ഞ അതോറിറ്റീനെ ഡെലിഗേറ്റ് ചെയ്യുക, അതാണ് ഡീസെൻട്രലൈസേഷൻ. സ്കോളർ ചെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കോളർ ചെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫോമൽ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക്. മുകളിൽ നിന്ന് താഴോട്ട് ഓർഡർ പ്രകാരം ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു ലൈനെയാണ് നമ്മൾ സ്കോളർ ചെയിൻ എന്ന് വിളിക്കാം. എന്തെങ്കിലും എമർജൻസി വന്നാൽ നമുക്കത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു റൂട്ട്. അത് നമ്മൾ ഗാങ് പ്ലാങ്ക് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ഡയഗ്രാം വരച്ചു വയ്ക്കണം. ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും ആളുകൾക്കും മസ്റ്റ് ബി എ പ്ലേസ് ആൻഡ് എവറിത്തിങ് മസ്റ്റ് ബി ഇൻ ഇറ്റ്സ് പ്ലേസ്.
എല്ലാ സാധനങ്ങളും എല്ലാ സ്ഥലത്തും അതാത് സ്ഥലങ്ങളിൽ സൂക്ഷിക്കാം. ഇക്വാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ എംപ്ലോയീസിനെ ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് എപ്പോഴും മാറ്റാൻ പാടില്ല. ഇനീഷ്യേറ്റീവ് എന്ന് വെച്ചാൽ എംപ്ലോയീസിന് ഫുൾ ഫ്രീഡം കൊടുക്കണം, അവരുടേതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാം. എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് വെച്ചാൽ യൂണിയനാണ്, ടീം സ്പിരിറ്റ് ആണ് അവിടെ വലുതെന്നാണ് പറയുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽ സ്പിരിറ്റ് അല്ല. ഈ 14 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 10 എണ്ണം എങ്ങനെയും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അതായത് അതേപോലെ തന്നെ FW ടൈലർ എന്ന് പറഞ്ഞ ആൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടെക്നിക്സുകളാണ് നോക്കാൻ പോകുന്നത്. ടെക്നിക്സ് ആണ് പിന്നെ ഇമ്പോർട്ടൻറ്റ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് മെയിൻ ഭാഗമാണ്. ഇവിടെ 2 സെക്ഷനായിട്ട് ഇയാൾ തിരിച്ചിരിക്കുകയാണ് കേട്ടോ. പ്ലാനിങ് ഇൻചാർജും പ്രൊഡക്ഷൻ ഇൻചാർജും. പ്ലാനിങ് ഇൻചാർജിൽ 4 ആൾക്കാർ അദ്ദേഹം കൊണ്ടുവന്നു. ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈമിംഗ് കോസ്റ്റ്, ഡിസിപ്ലിനേറിയ. പ്രൊഡക്ഷൻ ഇൻചാർജിൽ ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ വെച്ചാൽ ഓരോ ജോലിക്കും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ വെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ദെൻ വർക്ക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി. എല്ലാതും എന്താണെന്ന് അറിയണം. വർക്ക് സ്റ്റഡി എന്ന് വെച്ചാൽ നല്ല വർക്ക് എങ്ങനെ സ്റ്റഡി ചെയ്യാം. മെത്തേഡ് സ്റ്റഡി എന്ന് വെച്ചാൽ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ ജോബ്. മോഷൻ സ്റ്റഡി എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റഡി. ടൈം സ്റ്റഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ഫോർ എംപ്ലോയി. ഫാറ്റിക് സ്റ്റഡി എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ടൈം എത്ര കൊടുക്കണം. ഡിഫറൻഷ്യൽ പീസ് വീറ്റ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വേജസിന് എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ പീസ് വേജ് സിസ്റ്റം കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഓരോ പെർ പീസിന് വേജസ് കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം 10 എണ്ണം ഉണ്ടാക്കിയ ആൾക്ക് 100 രൂപ കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം അയാൾ 20 എണ്ണം ഉണ്ടാക്കിയാൽ 200 രൂപ കിട്ടും. അങ്ങനെ അത്രയാണ് ടെക്നിക്സ്. ഒരു 4-5 ടെക്നിക്സ് പഠിച്ചാൽ മതി കേട്ടോ. ദെൻ എൻവയോൺമെൻറ്റിലെ ഡയമെൻഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. 5 തരം ഡയമെൻഷൻസ് ആണുള്ളത്. എക്കണോമിക് എന്ന് പറയുമ്പോൾ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, ബാങ്ക് റേറ്റ്, RBIയുടെ കാര്യങ്ങൾ, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, കോമ്പറ്റീഷൻ, ലിറ്ററസി റേറ്റ്, അതൊക്കെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് വെച്ചാൽ കസ്റ്റംസ്, ട്രഡീഷൻ, റിലീജിയസ്, സൊസൈറ്റി വാല്യൂസ്, അതൊക്കെ. പൊളിറ്റിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, എലക്ഷൻ ഓഫ് പാർട്ടീസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെയാണ് നമ്മളെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുക. ടെക്നിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡേൺ ഇംപ്ലിമെൻറ്റ്സുകൾ കൊണ്ടുവരാം. അതായത് ATM, ഗൂഗിൾ പേ, ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ മോഡേൺ ആണ്. അപ്പയ്ക്ക് നമ്മൾ മാറ്റണം. ദെൻ ലാസ്റ്റ് വന്നുള്ളത് ലീഗൽ എൻവയോൺമെൻ്റ് ആണ്. ലീഗൽ എൻവയോൺമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പാസ്സാക്കിയ വല്ല നിയമങ്ങളിലും വല്ല പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു മാറ്റം ബിസിനസ്സിൽ കൊണ്ടുവരണം. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ 5 എൻവയോൺമെൻറ്റുകളും 5 എൻവയോൺമെൻറ്റുകളും എന്താണ്, നമുക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്കിതിൽ പറയുന്നത് ഇൻഡസ്ട്രിയൽ പോളിസി 1991 എന്നാണ്. ജസ്റ്റ് വലിയ കാര്യമില്ല. LPGയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞിരിക്കാം. 1991 നമ്മൾ കഴിഞ്ഞ കൊല്ലം എക്കണോമിക്സിൽ പഠിച്ചതാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്താണ് എന്നുള്ളത്. ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ ലിബറേറ്റിംഗ് ദ എക്കോണമി ഫ്രം വേരിയസ് സ്ട്രിക്റ്റ്. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ ഫ്രീഡം കൊടുക്കുക. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്കണോമീസ് ഓഫ് വേൾഡുമായിട്ട് ബന്ധം കൊണ്ടുവരാം. ഓക്കെ. ദെൻ ചാപ്റ്റർ 4 പ്ലാനിങ് എന്താണെന്ന് 2 മാർക്സിന് അറിയണം. ഇറ്റ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ബേസിക് ഫങ്ഷൻ ആണ്. അതുപോലെ തന്നെ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വേർ വി വാണ്ട് ടു ഗോ. നമ്മൾ എവിടെയാണ് നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുക. സ്റ്റെപ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആദ്യം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ദെൻ പ്ലാനിങ് പ്രിമിസസ് സെറ്റ് ചെയ്യുക. പ്ലാനിങ് പ്രിമിസസ് എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അസംഷൻസ് എബൌട്ട് ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഓഫ് ദി എബൌട്ട് ദി ഫ്യൂച്ചറിനനുസരിച്ചിട്ട് നമ്മളെല്ലാം അസംഷൻസും കണ്ടുപിടിക്കുക. ഡിറ്റർമൈനിങ് ദ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യം. അതാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സെലക്ട് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഈ 7 സ്റ്റേജസും അതേപോലെ പഠിക്കാം. ദെൻ ടൈപ്സ് ഓഫ് പ്ലാനിനെ 2ആയി തിരിക്കാം. സിംഗിൾ യൂസ് പ്ലാൻസും സ്റ്റാൻഡിങ് പ്ലാൻസും. ഇനി സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ ദ പ്ലാൻസ് ആർ ഡെവലപ്പ് പർട്ടിക്കുലർ പ്രോജക്റ്റ് പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. കുറച്ച് കാലത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കുന്നതാണ് സിംഗിൾ യൂസ് പ്ലാൻ. ബഡ്ജറ്റും പ്രോഗ്രാമും പ്രൊജക്റ്റൊക്കെ അതിന് എക്സാമ്പിളാണ്. സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. കുറച്ചധികം കാലം നമുക്ക് വേണമെന്നുണ്ടെങ്കിലാണ് സ്റ്റാൻഡിങ്. അതിൻ്റെ എക്സാമ്പിൾ പോളിസി, പ്രൊസീജിയർ, മെത്തേഡ് ആൻഡ് റൂൾസ്.
ദെൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. വലിയ കാര്യത്തിൽ ഇതിൽ നിങ്ങൾ എക്സാമ്പിൾസ് പഠിച്ചോളൂ കേട്ടോ. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളെ ലക്ഷ്യം. സെയിൽസ് ഇൻക്രീസ് ബൈ 10% ആണ് ലക്ഷ്യം. അതിൻ്റെ സ്ട്രാറ്റജി എന്താ? കണ്ടിന്യൂ ദ സെയിം ലൈൻ ഓഫ് ഓപ്പറേഷൻ. അതായത് നമ്മളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അതന്നെ ആ തന്ത്രം തന്നെ യൂസ് ചെയ്യുക. പോളിസിയുടെ ഒരു എക്സാമ്പിളാണ് പ്രൈസിങ് പോളിസി. നമുക്ക് ഏത് പോളിസി തീരുമാനിക്കാം. പ്രൊസീജിയർ, സെലക്ഷൻ പ്രൊസീജിയർ എക്സാമ്പിൾ ആക്കാം. മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏത് വേജസ് കൊടുക്കണം, അല്ലെങ്കിൽ ഏത് ട്രെയിനിങ് മെത്തേഡ്സ് കൊടുക്കണം. റൂൾ എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ്, നോ സ്മോക്കിംഗ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പ്രൊഹിബിറ്റഡ് എന്നൊക്കെ പറയുന്നത് റൂളാണ്. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 5 ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ ഇനി പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ എല്ലാതും അതിലുണ്ടാവും. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ്, അത് ന്യൂമറിക്കൽ എക്സ്പ്രഷനിലുള്ളതായിരിക്കും. അങ്ങനെ അതിൻ്റെ എക്സാമ്പിൾസ് വരാറുണ്ട്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് എന്ന് വെച്ചാൽ എല്ലാ സോഴ്സസിനെയും നമ്മൾ ഗ്രൂപ്പിംഗ് ടുഗദർ ടു അസൈനിങ് ഡ്യൂട്ടീസ്. എന്തൊക്കെ ചെയ്യാനുണ്ടോ അതിനെ ഗ്രൂപ്പ് ചെയ്യുക, ഡ്യൂട്ടീസ് കൊടുക്കുക. ഇമ്പോർട്ടൻസിൻ്റെ സ്പെഷ്യലൈസേഷൻ കിട്ടും. ദെൻ അതോറിറ്റി റെസ്പോൺസിബിൾ റിലേഷൻഷിപ്പ് വരും, കോർഡിനേഷൻ വരും, പുതിയ ചേഞ്ചസ് വരും. 2 തരം രീതിയിൽ നമുക്ക് സ്ട്രക്ചറുകളുണ്ട് ഇതിൻ്റെ. ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചറും ഇൻഫോർമൽ ആൻഡ് ഫോമൽ സ്ട്രക്ചറും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചറാണ്. ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഫങ്ഷൻ അനുസരിച്ചിട്ടാണ്, അതായത് പർച്ചേസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, കണ്ടില്ലേ ഇവിടെ ഓർഗനൈസേഷനെ നമ്മൾ തിരിച്ചിരിക്കുന്നത് ഓരോ ഫങ്ഷൻ അവർ ചെയ്യുന്ന ജോലി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പർച്ചേസ് മാനേജർ, ഇപ്പുറത്തെ ഒരു പ്രൊഡക്ഷനാണ് പ്രൊഡക്ഷൻ മാനേജർ, ദെൻ മാർക്കറ്റിംഗ്. ഇവിടെ എല്ലാം ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. കണ്ടോ, ഈച്ച് ഫങ്ഷൻ ഈസ് ഓർഗനൈസ്ഡ് ആസ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഡിവിഷനിൽ നിങ്ങൾ നോക്കിയേ, ആദ്യം ടെക്സ്റ്റൈൽസ്, പിന്നെ സിമെന്റ്, പിന്നെ ഷിപ്പിംഗ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? ഓൺ ദ ബേസിസ് ഓഫ് ഡിവിഷൻസ് ഓർ പ്രോഡക്റ്റ് ലൈൻ, ഓരോ പ്രോഡക്റ്റ് അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതിനാണ് ഡിവിഷണൽ സ്ട്രക്ചർ. അതിന് ഡിഫറൻസ് വരാറുണ്ട് കേട്ടോ. ദെൻ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും എന്താണെന്ന് നോക്കാം. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അതോറിറ്റി ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. ഇത് സുപ്പീരിയറും സബോർഡിനേറ്റും ഇടയിലുള്ള ആ ഒരു അതോറിറ്റി ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി എമംഗ് ഓർഗനൈസേഷൻ. അതായത് അതോറിറ്റി ഡിസ്പേഴ്സ് ചെയ്ത് എല്ലാവർക്കും വിധിച്ചു കൊടുക്കുക, ഇതിങ്ങനെ ചെയ്യണം, അതിനാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ. അതിൻ്റെ ഡിഫറൻസ് നോക്കുക. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയേഴ്സ് ഒരു സബോർഡിനേറ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ പലതരം ലെവലുകളിൽ ഉണ്ടാവാം. കമ്പൽസറി ആണ്, ഓപ്ഷണലാണ്, മാനേജറിൽ പ്രോസസ്സാണ്, പോളിസിയാണ്. ദെൻ ഇതിൽ വേറൊരു ടോപ്പിക് കൂടി നിങ്ങൾ പഠിക്കുക. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇതിൽ നമ്മൾ പെടുത്തിയിട്ടില്ല. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് എ സുപ്പീരിയർ ക്യാൻ എഫക്റ്റീവ്ലി കൺട്രോൾ. അതായത് ഒരു സുപ്പീരിയർക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് എത്ര പേര്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സുപ്പീരിയർക്ക് 8 പേരെ എഫക്റ്റീവായി കൺട്രോൾ ചെയ്യാം. അപ്പോൾ അയാൾ സ്പാൻ ഓഫ് കൺട്രോൾ 7 അല്ലെങ്കിൽ 8. അതുപോലെ ബിക്ക് വെച്ച് ചിലപ്പോൾ 6 പറ്റുള്ളൂ. അതൊക്കെ ഓരോരുത്തർക്ക് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്ന് ഓടിച്ചിട്ട് പോവുക വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്